ഇന്ന് നമ്മൾ നല്ല പഴുത്ത പഴം വെച്ച് പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രം വെച്ച് അതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം 1/2 കിലോ വെല്ലം ഉരുക്കാൻ വെക്കുകയാണ്. ഇവിടെ ഞാൻ വെല്ലം ഉരുക്കിയതിന് ശേഷം അതൊരു ഗ്ലാസ് ജാറിൽ ഒഴിച്ചു വയ്ക്കും, ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. വെല്ലം ഉരുക്കി ഇവിടെ ഒരു പാത്രത്തിൽ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. മൈദയല്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത്, ഗോതമ്പ് മാവാണ്. ഗോതമ്പ് മാവ് കൊണ്ട് നല്ല ഒന്നാം തരം പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൈദ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല ഇതേപോലെ ഗോതമ്പ് മാവ് വെച്ച് തന്നെ നല്ല പഴംപൊരി ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അതല്ലേ നല്ലത്. ഇനി ഇതിനകത്തേക്ക് 2 സ്പൂണ് അരിപ്പൊടി എടുക്കാം. അതിൽ ഇനി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ല മണത്തിന് വേണ്ടി ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന വെല്ലമാണ്. അത് 1 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഒഴിക്കില്ല, അത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിന്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്തതിന് ശേഷം അത് നന്നായി ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായി പഴുത്ത പഴം നമ്മൾക്ക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു പഴം 3 നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ഇടാവുന്നതാണ്. അപ്പോഴേ പഴം നന്നായി പൊങ്ങി വരും. ഞാൻ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടത് കാരണം കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി അങ്ങനെയല്ല എങ്കിൽ ദോശയുടെ കൂട്ട്, അതായത് ഇഡ്ഡലി മാവ്, നമ്മൾ ഇഡ്ഡലി മാവ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടുണ്ടല്ലോ, അത് ഒരു നുള്ള് 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താലും നമ്മുടെ പഴം നന്നായി പൊങ്ങി നല്ല വീർത്തിരിക്കും. ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത് കുറച്ച് സമയം അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നന്നായി പൊങ്ങി വരും. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഓരോന്നായി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് വെളിച്ചെണ്ണ ചൂടായോ എന്ന് നോക്കാം. നന്നായി ചൂടായിരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ബാറ്ററി നമ്മൾ ഇടുന്ന മാത്രമേ തന്നെ അതൊന്ന് പൊങ്ങി വരും. ഇവിടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി മാവിൽ മുക്കിയെടുത്ത പഴം ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയി കഴിയുമ്പോഴും മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും ഇതുപോലെ നന്നായി വേവിച്ചെടുക്കാം. കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പോൾ ഇതുപോലെയുള്ള നല്ല സാധനങ്ങൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, മായം ചേർക്കാത്ത ഫുഡ് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമ്പോൾ അതല്ലേ ഏറ്റവും നല്ലത്. നല്ല അടിപൊളിയായിട്ട് തന്നെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ആട്ടയും പിന്നെ വെല്ലവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മൈദയുമല്ല പഞ്ചസാരയല്ല. അപ്പോൾ അതിന് ഒന്നും കൂടി ഹെൽത്തിയാണ്. ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആയിട്ടിരിക്കും. ടേസ്റ്റ് ആണെങ്കിൽ ഇതാണ് ഒത്തിരി നല്ലത്. നമ്മൾ മൈദയിൽ നിന്നും പഞ്ചസാരയിൽ നിന്നും ഉണ്ടാക്കുന്നതിനേക്കാൾ ഒത്തിരി ടേസ്റ്റാണ് ഈ ആട്ട വെച്ചിട്ട് നമ്മുടെ വെല്ലം ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ. നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.